വൈകിട്ടത്തേക്ക് കോളിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരിഞ്ഞ് വെച്ചപ്പോഴാണ് ഓർത്തത് കേട്ടോ, ഇന്നത്തേക്കുള്ള വൈകുന്നേരത്തെ സ്നാക്സ് കൂടി ഇതിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ബാറ്റർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് മൈദയും അരിപ്പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ബേസ്. പിന്നെ അതിനകത്തേക്ക് നമ്മളിതാ കോളിഫ്ലവർ അരിഞ്ഞത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം പെരിഞ്ജീരകം ഇഷ്ടമുള്ളവർക്ക് രണ്ടൊന്ന് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് ഒന്നുകൂടെ വ്യത്യാസം വരും, കുറച്ചുകൂടെ രുചി കൂടും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഞാൻ എടുത്തു. ഇത് സത്യത്തിൽ ഞാൻ ഉള്ളി ബജി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഈ കോളിഫ്ലവർ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറയാലോ, ഇത് ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കറി വയ്ക്കാൻ വെച്ചിരുന്നതിൽ നിന്ന് എടുത്ത് ബജി ഉണ്ടാക്കി. അങ്ങനെ ഫുള്ളെടുത്തില്ല, പകുതി എടുത്ത് കറി വെച്ചു, പകുതി എടുത്ത് ബജി ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സ് കോളിഫ്ലവർ ബജി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.